Hi all, welcome to Franklin's Lectures, India's #1 engineering education platform. So ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ S5ECയിലെ വൺ ഓഫ് ദ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മളെ കോഡ് വന്നിട്ടുള്ളത് PCECT 502 ആണ്. നമ്മുടെ S5ലെ വൺ ഓഫ് ദ കോർ പേപ്പറാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ നമ്മൾ ബേസിക്കലി അനലോഗ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. സോ 4 മൊഡ്യൂൾസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് നമുക്ക് അനലോഗും ആൻഡ് ലാസ്റ്റ് 2 മൊഡ്യൂൾസ് നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും ആണ് നമ്മളുടെ മൊഡ്യൂളിൻ്റെ സ്പ്ലിറ്റ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ കോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. സോ കോഴ്സ് കോഡ് വന്നിട്ടുള്ളത് PCECT 502 ആണ്. പിന്നെ നമ്മളുടെ ടീച്ചിങ് അവേഴ്സ് പെർ വീക്ക്, അതായത് എത്ര ലെക്ചേഴ്സ് ആണ് പെർ വീക്ക് നമുക്ക് കൊടുക്കേണ്ടത് ചോദിച്ചിട്ടുള്ളത് നമുക്ക് 3 hours ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളുടെ എക്സാം പാറ്റേൺ, അതായത് നമുക്ക് ഇന്റേണൽ എക്സാം ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവും. സോ ഇന്റേണൽ നമുക്ക് വന്നിട്ടുള്ളത് 40 മാർക്സും അതുപോലെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അതായത് നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വന്നിട്ടുള്ളത് 60 മാർക്സുമാണ്. സോ ഓവറോൾ 100 മാർക്സ്. അപ്പോൾ നിങ്ങൾക്ക് തിയറി ആയിട്ട് എഴുതാനുണ്ടാവുക 60 മാർക്സിനായിരിക്കും. പിന്നെ ഇന്റേണൽ നമ്മുടെ അസൈൻമെന്റും നമ്മുടെ അറ്റൻഡൻസും കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ട് 40 മാർക്സും ഉണ്ടാവുക. ഓവറോൾ 100 മാർക്സ്. ദെൻ ക്രെഡിറ്റ് വന്നിട്ടുള്ളത് 4 ക്രെഡിറ്റുള്ള കോർ പേപ്പറാണ് നമ്മളുടെ ADC, അതായത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. സോ എക്സാം അവേഴ്സ് വന്നിട്ടുള്ളത് 60 മാർക്സിൻ്റെ എക്സാം 2.5 hours കൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ ഉണ്ടാവുക. നമുക്ക് പ്രീ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ADC പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നേ നമ്മൾ ലോവർ സെമിസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ള ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നോക്കി വെക്കേണ്ടത് എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അതാണ് നമ്മളുടെ പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് PCECT 402, ദാറ്റ് ഈസ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. നമുക്കറിയാം ECയിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. സോ ആദ്യത്തെ ഒരുപാട് കോൺസെപ്റ്റ് നമുക്കിവിടെ ADCയിൽ ആവശ്യമാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രോബബിലിറ്റി, റാൻഡം പ്രോസസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്, അതായത് നമ്മുടെ മാത്സ് GB മാത്സ് 401 സബ്ജക്ട് കോഡ് വന്നിട്ടുള്ള പ്രോബബിലിറ്റി, റാൻഡം പ്രോസസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നുള്ള സബ്ജക്റ്റും നമുക്ക് ഇതിന് പ്രീ റിക്വസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ്. ദെൻ കോഴ്സ് ടൈപ്പ് തിയറിയാണ്. സോ ഇത് ഓവറോൾ എന്ന് പറയുന്നത് ഒരുപാട് റിസീവർ, ട്രാൻസ്മിറ്റർ, നിങ്ങൾക്ക് അറിയാം കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേര് കാണുമ്പോൾ തന്നെ നമുക്ക് ഒബ്വിയസ്ലി അത് ഷുവർ ആണ് അല്ലേ, എന്താണ് ട്രാൻസ്മിറ്റേഴ്സ്, കുറേ ബ്ലോക്ക് ഡയഗ്രാംസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് തിയറി പേപ്പറാണ്. പിന്നെ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഉണ്ടാവും, അതുപോലെ കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ കുറേ ഗ്രാഫുകൾ ഉണ്ടാവും, കാരണം സിഗ്നൽസിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അനലോഗ് സിഗ്നൽസിൻ്റെയും ഡിജിറ്റൽ സിഗ്നൽസിൻ്റെയും മൂവ്മെൻറ്റ് മാത്രമല്ല ട്രാൻസ്മിഷൻ. സോ ട്രാൻസ്മിറ്ററെ പറ്റി പഠിക്കാനുണ്ട്, അതുപോലെ റിസീവറിനെ പറ്റി പഠിക്കാനുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. സോ ഓവറോൾ നമ്മളുടെ മാർക്കും കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റ് വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനും ഉണ്ട്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനാണ് നമുക്ക് എക്സാം പാറ്റേൺ വന്നിട്ടുള്ളത്. അതിൽ തന്നെ CIE, അതായത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ്റെ സ്പ്ലിറ്റ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. സോ ആസ് യൂഷ്വൽ 5 മാർക്സ് അറ്റൻഡൻസിനും 15 മാർക്സ് അസൈൻമെന്റ് ഓർ മൈക്രോ പ്രൊജക്ട്. സോ ഇത് വന്നിട്ടുള്ളത് നിങ്ങളുടെ കോളേജിലുള്ള ഫാക്കൽറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടും തരാം, മൈക്രോ പ്രൊജക്ട് ആയിട്ടും വേണമെങ്കിൽ തരാം. സോ 15 മാർക്സ് ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ്. നെക്സ്റ്റ് വൺ ഇന്റേണൽ എക്സാമിനേഷൻ. ഇന്റേണൽ എക്സാമിനേഷൻ ആസ് യൂഷ്വൽ 2 ഇന്റേണൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഫസ്റ്റ് വണ്ണിന് 10 മാർക്സ് ആൻഡ് സെക്കൻഡ് വൺ 10 മാർക്സ്. നിങ്ങൾക്കറിയാം നമ്മുടെ കോളേജിൽ വെച്ചിട്ട് ഇന്റേണൽ എക്സാം ഉണ്ടാവും അല്ലേ, ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും, നെക്സ്റ്റ് 3 4 കഴിയുമ്പോൾ നെക്സ്റ്റ് എക്സാം ഉണ്ടാവും. സോ ഓവറോൾ നമുക്ക് 20 മാർക്സ് ആണ് ഇന്റേണൽ എക്സാമിനേഷൻ വരുന്നത്. സോ ഓവറോൾ ഇതിൻ്റെ ഒക്കെ അറ്റൻഡൻസ്, പ്രോജക്റ്റ് ഓർ അസൈൻമെന്റ് ആൻഡ് ഇന്റേണൽ എക്സാം നമുക്ക് ടോട്ടൽ വരുന്നതാണ് 40 മാർക്സ്. സോ ഈ 40 മാർക്സ് നിങ്ങൾക്ക് ഇന്റേണൽ ആയിട്ട് സ്കോർ ചെയ്യാനുള്ള 40 മാർക്സ് ആണ്. നെക്സ്റ്റ് വൺ നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അതായത് നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ, മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം. സോ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എങ്ങനെയാണ്, ടോട്ടൽ 60 മാർക്കാണ്. നമ്മൾ പാർട്ട് A ഉണ്ടാവും, പാർട്ട് B ഉണ്ടാവും. സോ പാർട്ട് A എങ്ങനെയാണെന്ന് വെച്ചാൽ 2 questions, നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത്. സോ 2 questions വെച്ചിട്ടുള്ള അങ്ങനത്തെ പാർട്ട് A എന്ന് പറയുമ്പോൾ 8 questions ആയിരിക്കും. സോ ടോട്ടൽ 8 questions-ൽ 2 questions വീതം നമ്മളുടെ മൊഡ്യൂൾ 1, then next to module 2, next to module 3, അങ്ങനെ ലാസ്റ്റ് module 4. So total 8. So 8 questions 3 marks each ആയിരിക്കും. So 8 into 3 24 marks നിങ്ങൾക്ക് പാർട്ട് A എന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ പാർട്ട് B. അതുപോലെ തന്നെ പാർട്ട് A എന്ന് പറയുന്നത് എല്ലാം മാൻഡറ്ററി ക്വസ്റ്റ്യൻസ് ആണ്, അവിടെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഓവറോൾ നമുക്ക് 24 മാർക്സ് ആണ് പാർട്ട് A എന്ന് സ്കോർ ചെയ്യാൻ പറ്റുക. റിമൈനിങ് 60 24 പോയി കഴിഞ്ഞാൽ റിമൈനിങ് 36 ഉണ്ടാവും അല്ലേ. സോ 36 മാർക്സ് ആണ് നമുക്ക് പാർട്ട് B എന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ പാർട്ട് B എങ്ങനെയാണ്, ഓരോ മൊഡ്യൂളിനും 2 questions, എഗെയിൻ 2 questions ആയിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്താൽ മതി. അതായത് 8 questions ഇപ്പോൾ പാർട്ട് A ലാണെങ്കിൽ 9ഉം 10ഉം മൊഡ്യൂൾ 1 എന്നായിരിക്കും. സോ യു ക്യാൻ എയ്തർ അറ്റൻഡ് 9 ഓർ എയ്തർ 10.
ക്ലിയർ? സോ 9 നമുക്ക് എങ്ങനെ ഉണ്ടാവും? 3 സബ് ഡിവിഷൻസ് വരെ പറ്റും. അതായത് 9A 9B 9C മൊഡ്യൂൾ 1 എന്നായിരിക്കും. അതുപോലെ 10A 10B 10C മൊഡ്യൂൾ 1 എന്നായിരിക്കും. സോ നിങ്ങൾക്ക് 9ഓ 10ഓ അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മളുടെ പാർട്ട് ബി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ടോട്ടൽ 4 × 9 36 മാർക്ക്. അപ്പോൾ 36 മാർക്സ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? പാർട്ട് ബി. സോ പാർട്ട് ബിയിൽ 36ഉം പാർട്ട് എയിൽ 24ഉം. സോ ഓവറോൾ നമുക്ക് 60 മാർക്സ് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും? എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ. സോ ഇന്റേണലിൽ 40, സോ ഓവറോൾ 60 + 40 ദർ വിൽ ബി 100 മാർക്സ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൊഡ്യൂൾ വൈസ്, ഓരോ മൊഡ്യൂൾ വൈസും എന്തൊക്കെയാണ് നമുക്ക് ADC, അതായത് നമ്മുടെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കി നോക്കാം. സോ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാ, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നീഡ് ഫോർ മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പർ പഠിക്കുമ്പോൾ തന്നെ ആദ്യം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം അല്ലേ? അതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. സോ ആ ബ്ലോക്ക് ഡയഗ്രാം പ്രോപ്പർ ആയിട്ട് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഓരോ ബ്ലോക്സും എന്തിനൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താടാ? സിസ്റ്റം ഫോർ ട്രാൻസ്ഫറിങ് ഇൻഫോർമേഷൻ ഫ്രം ദ ട്രാൻസ്മിറ്റർ ടു റിസീവർ. അതാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ബേസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ബ്ലോക്ക് ഡയഗ്രാംസും എന്തിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. ആദ്യം പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം പ്ലോട്ട് വരക്കണം. അതിനുശേഷം ഓരോ ബ്ലോക്കിന്റെ ഫംഗ്ഷൻസ് എടുത്ത് എഴുതണം. അതാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. പിന്നെ വരുന്ന ടോപ്പിക്കാണ് നീഡ് ഫോർ മോഡുലേഷൻ. നിങ്ങൾക്ക് എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നീഡ് ഫോർ മോഡുലേഷൻ. എന്തിനാണ് മോഡുലേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതൊരു 6-5 റീസൺസ് ഉണ്ട്, അതും പ്രോപ്പറായിട്ട് പഠിക്കണം. പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ കരിയർ വേവിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ദ മെസ്സേജ് സിഗ്നൽ. ഓക്കെ, അതായത് കരിയർ വേവ് മാത്രമാണ് അവിടെ മോഡുലേറ്റ് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ആംപ്ലിറ്റ്യൂഡ് ആണ് മോഡുലേറ്റ് ചെയ്യുന്നത്. ബാക്കി പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രീക്വൻസി, ഫേസ് എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. പിന്നെ നമ്മൾ കൂടുതൽ അവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ പറ്റിയാണ് മൊഡ്യൂൾ 1 പഠിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഇക്വേഷൻ, സ്പെക്ട്രം അങ്ങനത്തെയൊക്കെ, അതായത് AM സിഗ്നലിന്റെ ഇക്വേഷനും സ്പെക്ട്രൊക്കെയാണ് അവിടെ നോക്കാനുള്ളത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ മോഡുലേഷൻ, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ടെക്നിക്സ്, ഡിഫറെൻറ്റ് ടെക്നിക്സ് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള പേപ്പറൊന്നും അല്ല. നമ്മൾ നന്നായിട്ട് നമ്മൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയാസ് കിട്ടും. എല്ലാം കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പോകും. സോ DSB, SC, SSB, പൈലറ്റ് കാരിയർ ആൻഡ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് സിസ്റ്റംസ്. അതായത് നമ്മളിപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചതിന് ശേഷം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തഡോളജീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിലാണ് DSB, SC, SSB, SC, SSB, FC. ഇതൊക്കെ ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ, ഡബിൾ സൈഡ് ബാൻഡ് ഹാഫ് കാരിയർ, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് ആണ് അവിടെ നോക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഒരുപാട് അൺനോൺ ആയിട്ടുള്ള ടേംസും ടെർമിനോളജീസും ആണ് യൂസ് ചെയ്ത്. സോ DSB, SC എന്ന് പറയുമ്പോൾ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, SSB, SC അല്ലെങ്കിൽ SSB, FC എന്ന് പറയുമ്പോൾ സിംഗിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ, അതുപോലെ തന്നെ സപ്രസ്ഡ് കാരിയർ. ഇതിൻ്റെ ഒക്കെ ട്രാൻസ്മിറ്റർ, റിസീവർ, ഓരോ ബ്ലോക്ക് ഡയഗ്രാംസും അതിൻ്റെ ഓരോ ബ്ലോക്കിൻ്റെ ഫംഗ്ഷൻസും, ഇത്രയാണ് ആ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ പൈലറ്റ് കാരിയറും വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്സും. പൈലറ്റ് കാരിയർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്മോൾ കാരിയർ ആണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് കാരിയർ പോവാതെ അവിടെ ഒരു സ്മോൾ കാരിയർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ സമയത്ത് നമുക്ക് ലോവർ സൈഡ് ബാൻഡും ഉണ്ടാവും, അവിടെ അപ്പർ സൈഡ് ബാൻഡും ഉണ്ടാവും. സോ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു സൈഡ് ബാൻഡ് കംപ്ലീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, മറ്റേ സൈഡ് ബാൻഡിന്റെ ഒരു പോർഷൻ മാത്രമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതാണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആംഗിൾ മോഡുലേഷൻ ആണ്. നമ്മൾ ബേസിക്കലി ഈ മൊഡ്യൂളിൽ കൂടുതൽ ഈ മൊഡ്യൂളിന്റെ ഹാഫ് വരെ നമ്മൾ പഠിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും അതിന്റെ കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിനുശേഷമുള്ള പോർഷൻ എന്ന് പറയുന്നത് ആംഗിൾ മോഡുലേഷൻ ആണ്. ആംഗിൾ മോഡുലേഷൻ ബേസിക്കലി എന്താണ്? കാരിയർ വേവിനെ ആംഗിൾ ആണ് മോഡുലേറ്റ് ചെയ്യുന്നത്, ചേഞ്ചിങ് വേരിയിങ് ദ ആംഗിൾ. അതുപോലെ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ആംഗിൾ മോഡുലേഷൻ ബേസിക്കലി 2 ടൈപ്പാണുള്ളത്, നാരോ ആൻഡ് വൈഡ് ബാൻഡ്. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ സ്പെക്ട്രം. ഇപ്പം നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിക്കുമ്പോൾ തന്നെ അവിടെ മോഡുലേഷൻ ഇൻഡെക്സ്, ഫ്രീക്വൻസി സ്പെക്ട്രം, ബാൻഡ് വിഡ്ത്ത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ ആംഗിൾ മോഡുലേഷൻ ആയിട്ടുള്ള FM-ലും അതുപോലെ തന്നെ PM-ലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ആംഗിൾ മോഡുലേഷൻ ഞാൻ പറഞ്ഞു, ഫ്രീക്വൻസി മോഡുലേഷനും ഉണ്ട്, ഫേസ് മോഡുലേഷനും ഉണ്ട്. അതിൽ ഫ്രീക്വൻസി മോഡുലേഷൻ 2 ടൈപ്പാണുള്ളത്, നാരോ ആൻഡ് വൈഡ് ബാൻഡ്. സോ അതിൻ്റെ സ്പെക്ട്രോ കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. പിന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ FM ആൻഡ് PM, അതായത് ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്.
പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് നമ്മളുടെ കാർസൺസ് റൂൾ. കാർസൺസ് റൂൾ എന്ന് പറയുന്നത് അതൊരു FM, അതായത് FM-ന്റെ ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ്. കാർസൺസ് റൂൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫ് ആണ് ഡിനോട്ട് ചെയ്യുക. ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു എഫ്, ഡെൽറ്റ എഫ് ഇൻറ്റു 2FM പ്ലസ് എഫ് എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ FM പ്ലസ് എഫ് എന്നാണ് നമ്മൾ ഇക്വേഷൻ വന്നിട്ടുള്ളത്. സോ അതാണ് നമ്മളുടെ കാർസൺസ് റൂൾ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ്, അതായത് നമ്മൾ പ്രീ എംഫസിസ് ഡി എംഫസിസ് യൂസ് ചെയ്യുന്നതിനെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്മിഷന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആ പേരിലുള്ള പോലെ തന്നെ പ്രീ എംഫസിസ്. ആഫ്റ്റർ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡി എംഫസിസ്. സോ ഈ ഫിൽറ്ററിങ്ങിൻ്റെയൊക്കെ യൂസ് എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്തിനൊക്കെയാണ് പ്രീ എംഫസിസ് ഡി എംഫസിസ് ഒക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് കമ്പാരിസൺ ഓഫ് AM ആൻഡ് FM. ഇതിൽ നമ്മൾ ഒരുപാട് മോഡുലേഷൻസ് പഠിക്കണോണ്ട് തന്നെ ആരൊക്കെ തമ്മിൽ വേണമെങ്കിലും കമ്പാരിസൺ അവിടെ ചോദിക്കാം. AM-ഉം FM-ഉം PM-ഉം ആയിട്ടോ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആയിട്ടൊക്കെ കമ്പാരിസൺ ചോദിക്കാം. സോ നമുക്ക് ഇതിന്റെ ഓവറോൾ ഒരു ടേബിൾ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻസി വെച്ചിട്ടും ബാൻഡ് വിഡ്ത്ത് വെച്ചിട്ടും അതുപോലെ തന്നെ റിസീവർ ട്രാൻസ്മിറ്റർ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് FM റിസീവറും FM ട്രാൻസ്മിറ്റർ ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിസീവർ ആണ്. അത് ഇൻകമിംഗ് സിഗ്നലിനെ ഒരു ഫിക്സ്ഡ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. അതാണ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത്. സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കാനുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഇമേജ് ഫ്രീക്വൻസി. ഇമേജ് ഫ്രീക്വൻസി പറഞ്ഞ ഒരു പാരാമീറ്റർ ആണ്. അതും എന്താണ്, അതിൻ്റെ ജസ്റ്റ് ഇക്വേഷൻ മാത്രം മനസ്സിലാക്കി വെക്കാനുള്ളൂ. പിന്നെ നോയ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ, ഇന്റേണൽ ആൻഡ് വൈറ്റ് നോയ്സ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ പുറത്തുനിന്ന് വരുന്നത്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിനൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ. ഇന്റേണൽ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള, അതായത് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഇലക്ട്രോണിക് സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ ആംപ്ലിഫയർ ഉണ്ട്, പവർ ആംപ്ലിഫയർ, അങ്ങനത്തെ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. സോ ഇത് കാരണം എന്തെങ്കിലും, അതായത് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാരണം എന്തെങ്കിലുമൊക്കെ നോയ്സ് ഉണ്ടാവുന്നതാണ് ഇന്റേണൽ നോയ്സ്. വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്റ്റർബൻസുകൾ കാരണം ഉണ്ടാവണമെന്നാണ് നമ്മുടെ വൈറ്റ് നോയ്സ്. സോ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1-ലുള്ള സിലബസും കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മൊഡ്യൂൾ 2 നോക്കി നോക്കാം. കമ്പാരിറ്റീവ്ലി മൊഡ്യൂൾ 2-ഉം 3-യും ചെറുതാണ്. മൊഡ്യൂൾ 1 ആണ് കുറച്ച് ലെങ്തി, മൊഡ്യൂൾ 4-ഉം കുറച്ച് ലെങ്തിയാണ്. സോ മൊഡ്യൂൾ 2 വന്നിട്ടുള്ളത് സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഞാൻ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സിഗ്നലിനെ ഓരോ ഡിസ്ക്രീറ്റ് ലെവലാക്കി മാറ്റുക, അതായത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്രീറ്റ് ലെവലിലേക്ക് മാറ്റുന്നതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനും ആണ് നമ്മൾ മൊഡ്യൂൾ 2-ന്റെ സ്റ്റാർട്ടിങ്. അതിൽ സാമ്പിളിംഗ് തിയറി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ക്വാണ്ടൈസേഷൻ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ദെൻ SQNR ഫോർ യൂണിഫോം ക്വാണ്ടൈസേഷൻ, അതായത് ക്വാണ്ടൈസേഷൻ നമുക്ക് യൂണിഫോമും ഉണ്ട് നോൺ യൂണിഫോമും ഉണ്ട്. അതിൽ SQNR എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് എറർ. SNR നിങ്ങൾ കേട്ടിട്ടുണ്ടോ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അതുപോലെ തന്നെ ഇത് സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ, അതാണ് ഫോർ യൂണിഫോം ക്വാണ്ടൈസേഷൻ. അത് നമുക്ക് സ്പെഷ്യലി ഇതിലെടുത്ത് പഠിക്കാനുണ്ട്. ദെൻ കോമ്പാൻഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ അറ്റ് ദ ട്രാൻസ്മിറ്റർ ആൻഡ് എക്സ്പാൻഷൻ അറ്റ് ദ റിസീവർ, അതാണ് കോമ്പാൻഡിങ് എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് വേർഷൻ. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ALO, അതുപോലെ തന്നെ ALO കോമ്പാൻഡിങ്, ന്യൂലോ കോമ്പാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഡിഫറെന്റ് ടൈപ്സ് കോമ്പാൻഡിങ് ഒക്കെ ഉണ്ട്. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ദെൻ നമുക്ക് വേറെ, അതായത് ഇപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഒക്കെ പഠിച്ച പോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേറൊരു മോഡുലേഷനാണ് പൾസ് കോഡ് മോഡുലേഷൻ. പൾസ് കോഡ് മോഡുലേഷനും അതിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും, എഗെയിൻ ട്രാൻസ്മിറ്റർ റിസീവറും ആകുമ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടത്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഓരോ ബ്ലോക്സിൻ്റെ ഫംഗ്ഷനാലിറ്റീസും കാര്യങ്ങളും അവിടെ തറവായിട്ട് നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി വെക്കണം. ദെൻ എഗെയിൻ DPCM, അതായത് DPCM എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കിട്ടിയ പാസ്റ്റ് ഇൻപുട്ടും അതുപോലെ തന്നെ പ്രസന്റ് ഇൻപുട്ടും കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ മോഡുലേഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. എഗെയിൻ അതിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും. സോ ഓവറോൾ മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള പക്ക തിയറിയാണ്. അതായത് ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, ഫംഗ്ഷനാലിറ്റീസ് പഠിക്കുക. അപ്പോൾ ഒരു പുതിയ ടൈപ്പ് ഓഫ് മോഡുലേഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്മിഷനും അതിൻ്റെ റിസീവറും. ക്ലിയർ ആയോ? അതെ. ഇനി നെക്സ്റ്റ് അതിൽ ലാസ്റ്റ് ടോപ്പിക് വന്നിട്ടുള്ളതാണ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറഞ്ഞാലും എഗെയിൻ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആണ്. അവിടെ നമുക്ക് സ്ലോപ്പ് ഓവർലോഡ്, അതുപോലെ തന്നെ ലൈൻ കോഡ്സ് എന്ന് പറയുമ്പോൾ ബൈനറി കോഡ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അതൊക്കെയാണ് ആ ഒരു മൊഡ്യൂൾ. അതാണ് നമ്മൾ ഓവറോൾ മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത്. സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ, DPCM, PCM, ഇതൊക്കെ. അത് ഒരുപാട് ബ്ലോക്ക് ഡയഗ്രംസ് ആണ് നമുക്ക് ബേസിക്കലി ADCയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മൊഡ്യൂൾ 3 നോക്കി നോക്കാം. ഞാൻ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് 2 മൊഡ്യൂൾസ് അനലോഗ് സിഗ്നൽസ് ഡീൽ ചെയ്യുമ്പോൾ 3ഉം 4ഉം ഡീൽ ചെയ്യുന്നത് നമ്മൾ ഡിജിറ്റലിലേക്ക് മാറുകയാണ്. സോ ഫസ്റ്റ് ടോപ്പിക് വന്നത് ബേസ് ബാൻഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഓഫ് ഡിജിറ്റൽ ഡാറ്റ ത്രൂ AWGN ചാനൽ. AWGN ചാനൽ പറഞ്ഞാൽ അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ്. സോ ഇത്തരത്തിലൊരു ചാനലിൽ എങ്ങനെയാണ് ഡിജിറ്റൽ ഡാറ്റ ട്രാൻസ്മിഷൻ, അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഡിജിറ്റൽ ഡാറ്റ വിത്തൗട്ട് മോഡുലേഷൻ, അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നമ്മൾ മോഡുലേഷൻ ഇല്ലാതെ ഡിജിറ്റൽ ഡാറ്റയെ നമ്മളൊരു AWGN ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബേസ് ബാൻഡ് ഡാറ്റ ട്രാൻസ്മിഷൻ. ക്ലിയർ ആയോ? അതാണ് നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ മാത്തമെറ്റിക്കൽ മോഡൽ ഓഫ് ISI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസ്, നമ്മളെ പൾസിലും എന്ത് സംഭവിക്കുകയാണ്, അവിടെ ഒരു ഓവർലാപ്പിംഗ് സംഭവിക്കുകയാണ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള പൾസസിൽ ഓവർലാപ്പിംഗ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഇന്റർഫറൻസിനെയാണ് ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ISI, അതുപോലെ തന്നെ സിഗ്നൽ മോഡലിംഗ് ഫോർ ISI. സോ ISI എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ. സോ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കാനുണ്ട്. നെക്സ്റ്റ് വന്നത് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം, ഇക്വലൈസേഷൻ, സീറോ ഫോഴ്സിങ് ഇക്വലൈസർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം എന്താണ്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക, അതൊക്കെയാണ് അവിടെ ഡീൽ ചെയ്യാനുള്ളത്. പിന്നെ ഇക്വലൈസേഷൻ, അതായത് നമ്മളുടെ ഈ ഒരു ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇക്വലൈസേഷൻ. സോ അതെങ്ങനെയാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറോ ഫോഴ്സിങ് ഇക്വലൈസർ വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? ദെൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് നമുക്ക് 14 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് ഇത്, ജിയോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽസ്. അതായത് നമ്മൾ ഈ സിഗ്നൽസിന് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് നമ്മളൊരു വെക്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിട്ടോ, സ്പേസിലുള്ള ഒരു പോയിന്റ് ആയിട്ടോ വെക്റ്റർ ആയിട്ടോ നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ സിഗ്നൽസിനെ. ആ ഒരു പ്രൊസീജിയറാണ് GS പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് 14 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ വെക്ടർ മോഡൽ ഓഫ് AWGN ചാനൽ, നമ്മൾ AWGN ചാനലിൽ നമ്മൾ വെക്ടർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പഠിക്കാനുള്ളത് കുറച്ച് ഫിൽട്ടേഴ്സ് ആണ്. ഈ ഫിൽട്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യണത്, അതായത് മാച്ച്ഡ് ഫിൽട്ടർ, കോറിലേഷൻ റിസീവേഴ്സ്, അതുപോലെ തന്നെ MAP റിസീവർ, അതുപോലെ തന്നെ മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ, മാച്ച്ഡ് ഫിൽട്ടറും പിന്നെ കുറച്ച് റിസീവേഴ്സും ആണ് നമുക്കിതിൽ നോക്കാനുള്ളത്. ഇനി നമുക്കിതിൽ ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. ഫോർത്ത് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് കോൺസെപ്റ്റ് നോക്കി നോക്കാം. അതിൽ വന്നിട്ടുള്ളതാണ് ഡിജിറ്റൽ ബാൻഡ് പാസ് മോഡുലേഷൻ സ്കീംസ്. അതായത് നമ്മൾ ഡിജിറ്റൽ ഡാറ്റ എങ്ങനെയാണ് മോഡുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ബേസിക്കലി നമുക്ക് നോക്കാനുള്ളത് BPSK, QPSK, QAM, അങ്ങനെ 3 മോഡുലേഷൻ സ്കീംസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് BPSK, അതായത് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ. അതായത് ഇവിടെ നമ്മൾ 0ൻ്റെയും 1ൻ്റെയും ഫോർമാറ്റ്, അതാണ് നമ്മളെ ബൈനറി എന്ന് പറയുന്നത്. നമ്മുടെ ഡിജിറ്റലിൽ 0യും 1ഉം ആണ് നമ്മുടെ ബൈനറി ഫോർമാറ്റ്സ്, അതായത് 0, 1. സോ 0ൻ്റെയും 1ൻ്റെയും ബേസിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതായത് 0 ഡിഗ്രി ആണെങ്കിൽ 0, 180 ഡിഗ്രി ആണെങ്കിൽ 1 എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ BPSK സിസ്റ്റം ആൻഡ് സിഗ്നൽ കോൺസ്റ്റലേഷൻ, അതായത് നമ്മളുടെ സിഗ്നൽ കോൺസ്റ്റലേഷൻ പറഞ്ഞൊരു ഗ്രാഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിലെങ്ങനെയാണ് സിഗ്നൽ കോൺസ്റ്റലേഷനെ ഫോം ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ BPSKൻ്റെ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ, ഇതിൽ നിന്നാണ് നമ്മൾ QPSKയിലും QAMലും സിഗ്നൽ കോൺസ്റ്റലേഷൻ വരക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്മിറ്റർ, അതിൻ്റെ റിസീവർ, ഓരോ ബ്ലോക്സും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യണതെന്നും ഓരോ ബ്ലോക്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും നമ്മൾ എടുത്ത് പറയണം. ദെൻ QPSK എന്ന് പറയുമ്പോൾ ക്വാഡ്രാച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്, അതായത് BPSK പറയുമ്പോൾ ബൈനറി, അതായത് 0യും 1ഉം. QPSK ആവുന്ന സമയത്ത് നമ്മൾ 2 സെറ്റ് ആയിട്ടാണ്, അതാണ് 4, ക്വാഡ്രാച്ചർ മീൻസ് 4 ആണല്ലോ. സോ ഒരു 2 സെറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ സിഗ്നൽ കോൺസ്റ്റലേഷൻ, പിന്നെ QPSKൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ BER അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് എറർ റേഷ്യോൻ്റെ അനാലിസിസ് ഓഫ് BPSK ആൻഡ് QPSKൻ്റെ BPSKൻ്റെ ബിറ്റ് എറർ അനാലിസിസും കാര്യങ്ങളും നോക്കാനാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പ്ലോട്ട്സ് ആണ്. അതായത് BER ബിറ്റ് എറർ റേഷ്യോ വേഴ്സസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇങ്ങനത്തെ ചെറിയ ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ്. അതായത് ബേസിക്കലി ഒരു അനാലിസിസ് ആണ്. BPSKൻ്റെ QPSKൻ്റെ ഒക്കെ അനാലിസിസ് ആണ് നമ്മൾ മൊഡ്യൂൾ 4 നോക്കാനുള്ളത്. പിന്നെ QPSKൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും, അത് QPSK പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുക QPSK എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, അതിൻ്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം, പിന്നെ അതിൻ്റെ ട്രാൻസ്മിറ്റർ, റിസീവർ, ഓരോ ബ്ലോക്കിൻ്റെയും ഫങ്ഷൻസ്. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ക്വാഡ്രാച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് സിഗ്നൽ കോൺസ്റ്റലേഷൻ, QAM.
QAM റിസീവറും ട്രാൻസ്മിറ്ററും നമുക്ക് വേണം. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ആണ്. സോ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 4 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മൾ മൊഡ്യൂൾ 1 to 4 സിലബസ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ മൊഡ്യൂളിലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ ഈ പഠിക്കുന്ന ടോപ്പിക്സ് ഒക്കെ എവിടെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കി നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, അങ്ങനത്തെ കുറേ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. സോ അത് എവിടെയൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ദീസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ TV, റേഡിയോ, മൊബൈൽ ഫോൺ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് സിസ്റ്റം. ബേസിക്കലി നമ്മുടെ FM ഫ്രീക്വൻസി മോഡുലേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് TV, റേഡിയോ, മൊബൈൽ ഫോൺസ് അങ്ങനത്തെ ഒരുപാട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് ഗാഡ്ജറ്റ്സിലൊക്കെയാണ്. ദെൻ FM ആൻഡ് AM സിസ്റ്റംസ് ആർ യൂസ്ഡ് ഫോർ ക്ലിയർ വോയിസ് ആൻഡ് മ്യൂസിക് ട്രാൻസ്മിഷൻ ഇൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. FM ഉം AM ഉം അതായത് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷനും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലും മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെക്ടറിലാണ്. Then noise reduction methods help to improve signal quality and reduce disturbance in communication systems. നമ്മൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ SNR റേഷ്യോ ഇൻക്രീസ് ചെയ്യുക, അതായത് നോയ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നോയ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരുപാട് നമുക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഒരു പോർഷൻ തന്നെ നോയ്സ് ആയിട്ട് പോകുമ്പോൾ ഒരുപാട് ലോസ് ആണ് നമുക്ക് സംഭവിക്കുന്നത്. സോ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോയ്സ് റിഡക്ഷൻ മെത്തേഡ്സ് ഒരുപാട് നമ്മുടെ സിഗ്നൽ ക്വാളിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. സോ ഓവറോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ മെയിൻലി നമ്മൾ ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ റേഡിയോ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, TV, മൊബൈൽ ഫോൺ ഇങ്ങനത്തെ ഏരിയാസിലാണ് നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എഗെയിൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ ഓഡിയോ സിസ്റ്റംസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ അനലോഗിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഹെൽപ്സ് കൺവേർട്ട് അനലോഗ് സിഗ്നൽസ് ഡിജിറ്റൽ ടു AC സ്റ്റോറേജ്, പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ, ഇംപ്രൂവ് സിഗ്നൽ ക്വാളിറ്റി, റെഡ്യൂസ് നോയ്സ് എഫക്ട്സ് ആൻഡ് ഇൻക്രീസ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. സോ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷൻ, DPCM, അങ്ങനത്തെ പൾസ് കോഡ് മോഡുലേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. സോ അതൊക്കെ എന്തിനാണ്, നമ്മളുടെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകളാണ് കോമ്പാൻഡിങ്, സാമ്പിളിങ്, ക്വാണ്ടൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ദെൻ തേർഡ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, അതായത് ഡിജിറ്റലി എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരുന്നു. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ വയർലെസ്, സാറ്റലൈറ്റ്, ഫൈബർ ഒപ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് എന്ന് പറയുന്നത് തന്നെ ഡിജിറ്റൽ ഡാറ്റ ട്രാൻസ്മിഷൻ ആണ് അല്ലേ. So helps reduce signal distortion and improve data transmission quality. Used for accurate signal detection in modern digital communication systems. So നമ്മൾ ബൈനറി ആയിട്ട് അല്ലെങ്കിൽ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് ആയിക്കോട്ടെ, ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ് ആയിക്കോട്ടെ, ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ സിഗ്നൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും, നമുക്ക് നോയ്സ് ഒരുപാട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് BPSK, QPSK, QAM ഒക്കെയാണ്. സോ അതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കി നോക്കാം. അതും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വൈഫൈ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ്. BPSK, QPSK ആൻഡ് QAM പ്രൊവൈഡ് എഫിഷ്യൻറ്റ് ആൻഡ് റിലയബിൾ ഡിജിറ്റൽ ഡാറ്റ ട്രാൻസ്മിഷൻ വിത്ത് ബെറ്റർ ബാൻഡ്വിഡ്ത്ത് യൂട്ടിലൈസേഷൻ. നമ്മൾ ഇനിയും ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുമ്പോൾ അതിൽ AM, FM ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ മെയിൻ ഫാക്ടറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ബാൻഡ്വിഡ്ത്ത്. സോ ബാൻഡ്വിഡ്ത്ത് ഒക്കെ നമ്മളെ AM-നേക്കാൾ FM-നേക്കാൾ കൂടുതലാണ് നമ്മുടെ ഈ QPSK, BPSK. സോ ഇതാണ് കുറച്ചും കൂടി നമുക്ക് കൺവെൻഷനലി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ദെൻ വൈഡ്ലി യൂസ് ഇൻ മോഡേൺ വയർലെസ് നെറ്റ്വർക്ക്. നമ്മുടെ മോഡേൺ വയർലെസ് നെറ്റ്വർക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതൊക്കെയാണ്, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന BPSK, QPSK ഒക്കെയാണ്. സോ വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് സിസ്റ്റത്തിനൊക്കെ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് BPSK, QPSK, QAM ഒക്കെ. സോ ഓവറോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് 4 മൊഡ്യൂൾസ്. നമ്മുടെ 4 മൊഡ്യൂൾസിലുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. നമ്മൾ ഡിഫറൻ്റ്ലി ഒരുപാട് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ അനലോഗ് ടു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. നമ്മുടെ PCECT 502 ആണ് നമ്മുടെ കോഡ് വന്നിട്ടുള്ളത്. ഒരു തിയറി പേപ്പറാണ്, 60 മാർക്സിന് നിങ്ങൾക്ക് റിട്ടൺ എക്സാം ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ബേസിക്കലി ഒരുപാട് ബ്ലോക്ക് ഡയഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻസും അങ്ങനെയൊന്നുമില്ല. ഡെറിവേഷൻസ് ആയിക്കോട്ടെ, ന്യൂമറിക്കൽസ് ആയിക്കോട്ടെ, എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും തിയറിയാണ്, നമ്മളിത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ഇതാണ് നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. സോ കൂടുതൽ നമുക്കിനി നമ്മുടെ സെഷൻസിൽ കാണാം. താങ്ക് യു.